നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. രംഗത്ത് മത്സരം മൂർച്ഛിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ട രണ്ട് വികൾ അടുത്ത കാലത്ത് വന്ന രണ്ടും മഹീന്ദ്രയുടേതായിരുന്നു. അത് BE6ഉം 9Eയുമാണ്. രണ്ടും ഗംഭീരമായിട്ട് വിറ്റുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് പെട്ടെന്ന് ആരും അറിയാതെ ഒരു മഹീന്ദ്ര ലോഞ്ച് ചെയ്തു. നമ്മൾ ഈ കണ്ടത് അടുത്ത കാലത്ത് ജയ്സാൽമീർ വെച്ചാണ്. അവിടെ 7Xോടെ ഡ്രൈവിന് വന്നപ്പോൾ അന്ന് രാത്രിയിൽ ഡിന്നറിൻ്റെ ഇടയ്ക്ക് പെട്ടെന്നൊരു വാഹനം അവർ പ്രത്യക്ഷപ്പെടുത്തി. ആ വാഹനമാണ് നിങ്ങൾ ഇന്നീ കാണുന്നത് 3XO EV. നമുക്കിത് ഓടിക്കാൻ കിട്ടിയില്ല. നമ്മളൊരു വാക്ക് അറൗണ്ട് വീഡിയോ ചെയ്തിരുന്നു. എന്താണ് പ്രാഥമികമായും ഈ വാഹനം എന്ന് ചോദിച്ചാൽ 3XO, പേര് സൂചിപ്പിക്കുന്ന പോലെ 3XOയുടെ EV തന്നെയാണ് ഈ ഒരു രൂപത്തിൽ വന്നിരിക്കുന്നത്. എന്താണ് ഇതിൻ്റെ പ്രാധാന്യം എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒത്തിരി കുറവുകൾ വേണമെങ്കിൽ പറയാം. കാരണം ഇപ്പോഴത്തെ ഏറ്റവും പുതിയ ഒരു റേഞ്ചുകൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ റേഞ്ച് കുറവുള്ളൊരു വാഹനമാണ്. അന്ന് നമ്മളിതിൻ്റെ വാക്ക് അറൗണ്ട് ചെയ്തപ്പോൾ അതിൻ്റെ താഴെ ഒരു കമൻറ്റ് വന്ന് ഞാൻ ശ്രദ്ധിക്കണം. നല്ല ഗംഭീര കമൻറ്റാണ്. അതായത് ഇപ്പോൾ എല്ലാ വികളും റേഞ്ച് കൂട്ടി മത്സരിക്കുമ്പോൾ മഹീന്ദ്ര റേഞ്ച് കുറച്ച് മത്സരിക്കാനാണ് വന്നിരിക്കുന്നതെന്നൊരു കമൻ്റ് ഉണ്ടായിരുന്നു. ആ കമൻറ്റ് അയച്ച ചേട്ടൻ ഹായ് പറഞ്ഞുകൊണ്ട് അതിനെപ്പറ്റി പറയാം. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 285 കിലോമീറ്റർ കൃത്യമായി കിട്ടും. അതായത് റിയൽ വേൾഡ് റേഞ്ച് കിട്ടുമെന്നാണ് കമ്പനി പറയുന്നത്. കൂടുതൽ റേഞ്ചാണ് 351 മറ്റാണ് ARI സർട്ടിഫൈഡ് എങ്കിലും 285 കിട്ടുമെന്നാണ് കമ്പനി പറയുന്നത്. അപ്പോൾ 285 എന്ന് പറയുന്നത് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഒട്ടും കൂടുതലല്ല എന്ന് നമുക്കറിയാം. പിന്നെ എന്താണ് ഈ വാഹനത്തിൻ്റെ പ്രാധാന്യം എന്ന് ചോദിച്ചാൽ ഇതിൻ്റെ വില വെച്ച് മത്സരിക്കുന്നത് പ്രധാനമായിട്ടും 3 വാഹനങ്ങളാണ്. ഒന്ന് ഏറ്റവും പുതുതായിട്ട് വന്നിരിക്കുന്ന ടിയാഗോ EV, മറ്റൊന്നുള്ളത് പഞ്ച് EV, പിന്നെ ഉള്ളത് നമ്മുടെ പ്രിയപ്പെട്ട കോമറ്റ് EV. ഈ 3 വാഹനങ്ങളാണ് വില വെച്ച് നോക്കുമ്പോൾ ഈ വാഹനമായിട്ട് മത്സരിക്കുന്നത്. അവയിൽ നിന്ന് എന്താണ് ഇതിനൊരു വ്യത്യാസം എന്ന് ചോദിക്കുകയാണെങ്കിൽ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണെങ്കിലും വീൽ ബേസ് ആണെങ്കിലും കൂടുതലുണ്ട്. അതായത് ഇൻറ്റീരിയർ സ്പേസ് വളരെ കൂടുതലാണ് ഈ വാഹനത്തിനെന്നുള്ളതാണ്. മറ്റൊരു കാര്യമുള്ളത് 50 കിലോവാട്ടിൻ്റെ ചാർജർ പോലും ഇതിനെ സപ്പോർട്ട് ചെയ്യുമെന്നുള്ളതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് ചാർജ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എല്ലായിടത്തും എവിടെ നോക്കിയാലും ചാർജേഴ്സ് വന്നൊരു സാഹചര്യത്തിൽ റേഞ്ച് അല്പം കുറഞ്ഞാലും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചാർജ് ചെയ്ത് പോകാം. നിങ്ങളൊന്ന് പ്ലാൻ ചെയ്യണം, തന്നെ കുറച്ച് സമയം അതിനായിട്ട് കണ്ടെത്തണം. ഈ 2 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോൾ ടിയാഗോ EV, ഏറ്റവും പുതിയ ടിയാഗോ EVയുടെ ആ ഒരു വീഡിയോയിൽ നമ്മൾ പറയുണ്ടായി, റേഞ്ച് കുറവാണെങ്കിലും ഈ ഒരു ഫാസ്റ്റ് ചാർജിങ്ങിന് സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് റേഞ്ച് ഒരു ആങ്സൈറ്റി വേണ്ട, ഇടയ്ക്കിടയ്ക്ക് ചാർജ് ചെയ്ത് പോകാം. അത് തന്നെയാണ് ഈ വാഹനത്തിൻ്റെ പ്രാധാന്യം. അപ്പോൾ എന്താണ് വില എന്ന് ചോദിച്ചാൽ 2 വേരിയൻസ് ആണ് ഇതിന് വന്നിരിക്കുന്നത്. ഒന്ന് 13,86,000 രൂപയുടെ ഒരു വേരിയൻറ്റും, പിന്നെ എന്നുള്ളത് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ടോപ്പ് എൻഡ്, ഇതിനും 15 ലക്ഷം രൂപ താഴെ വിലയുള്ളൂ. അപ്പം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള ഇഷ്ടംപോലെ ഫീച്ചേഴ്സ് ഉള്ള അഡാസിൻ്റെ ലെവൽ 2 പോലെയുള്ള എല്ലാ കാര്യങ്ങളുമുള്ള ഈ ഒരു വാഹനത്തിന് റേഞ്ച് 285 ആണെങ്കിലും മത്സരിക്കുന്ന വാഹനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറേ പോസിറ്റീവ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള മഹീന്ദ്രയുടെ 3XO EVയുടെ ടെസ്റ്റ് ഡ്രൈവിലേക്ക് എല്ലാവർക്കും മഴ നനഞ്ഞ ഈ ഒരു സുപ്രഭാതത്തിൽ സ്വാഗതം. അപ്പോൾ വലിപ്പം വെച്ച് നോക്കുമ്പോൾ ഈ വാഹനം പ്രധാനമായിട്ടും കോമ്പറ്റ് ചെയ്യുന്നത് ഞാൻ ഈ പറഞ്ഞ 3 വാഹനങ്ങളുമായിട്ടല്ല, പ്രധാനമായിട്ടും ടാറ്റ നെക്സോണുമായിട്ടാണ്. നെക്സോൺ നമുക്കറിയാവുന്ന പോലെ 489 കിലോമീറ്റർ കമ്പനി റേഞ്ച് പറയുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ റേഞ്ചിൻ്റെ കാര്യത്തിൽ വലിപ്പം സമാനമാണെങ്കിലും ഇത് പിന്നിലാണെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് ആയിട്ട് പറയുന്നത്. എന്തായാലും 50 മിനിറ്റ് കൊണ്ട് 80% ഫാസ്റ്റ് ചാർജറുകൾ ചാർജ് ആകുന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റേഞ്ച് ആങ്സൈറ്റി കാര്യമായ രീതിയിൽ നമ്മളെ ബാധിക്കില്ല. മറ്റൊരു കാര്യമുള്ളത്, ഇപ്പോൾ മഹീന്ദ്രയുടെ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ 2 ഏറ്റവും പുതിയ EVകളും പൂർണ്ണമായും EV പ്ലാറ്റ്ഫോമിലാണ് നിർമ്മിക്കപ്പെട്ടതെങ്കിൽ ഇത് അങ്ങനല്ല. ഇത് ഐസ് പ്ലാറ്റ്ഫോമിൽ നിർമ്മിച്ചെടുത്തിരിക്കുന്ന വാഹനമാണ്. നമ്മളന്ന് ഇതിൻ്റെ വർക്ക് കൊണ്ട് പറയുകയും ചെയ്തു, വളരെ പെട്ടെന്ന് നിർമ്മിച്ചൊരു വാഹനം പോലെ തോന്നുന്നു. കാരണം പെട്ടെന്ന് വേറെ ഒന്നും ചെയ്യേണ്ടി വന്നില്ല, വാഹനം നേരെ അങ്ങ് EV ആക്കിയാൽ മതിയായിരുന്നു. അതും ഞാൻ ഭയങ്കര പ്രവചന ശേഷിയുള്ള മനുഷ്യനായതുകൊണ്ട് ഞാൻ പണ്ട് 3XOയുടെ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ 3XO പെട്രോളിൻ്റെ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ മുൻഭാഗമൊക്കെ ശരിക്കും പറഞ്ഞാൽ EV പോലെ തന്നെ ഉണ്ട്, ഇത് EV ആക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല എന്ന്. അത് കേട്ടിട്ടാണോ എന്ന് അറിഞ്ഞുകൂടാ. പെട്ടെന്ന് ഏതായാലും മഹീന്ദ്ര അതിനെ EV രൂപത്തിലും കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞത് ശരിയല്ല. നിങ്ങൾ 3XOയുടെ മുൻഭാഗം കണ്ടാലും ഒരു EV രൂപം തന്നെയാണുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ മുൻഭാഗത്തേക്ക് വന്നപ്പോൾ അത് കൃത്യമായി EV തന്നെയായിട്ട് മാറുകയും ചെയ്തു. എന്തായാലും ഭംഗിയുള്ള രൂപമാണ്. ഇത് പഴയ നിങ്ങൾക്കറിയാമല്ലോ 300 എന്ന് പറയുന്ന ആ ഒരു മോഡലായിരുന്ന സമയത്ത് അത്ര ഭംഗിയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അതിനുശേഷം വേറൊരു കക്ഷി വന്നു, അത് XUV 400 അല്ലേ, 400 ആയിരുന്നു, അത് EV ആയിരുന്നു. അത് പാടെ അങ്ങ് നിർത്തലാക്കിയിട്ട് ആണ് ഇപ്പോൾ 3XO EV വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 400യുടെ പല കാര്യങ്ങളും നിങ്ങൾ കണ്ടെത്താം, ഇൻക്ലൂഡിങ് ഇതിൻ്റെ ബാറ്ററി പാക്ക് ആയാലും മോട്ടർ ആയാലും എല്ലാം തന്നെ 400യുടെ തന്നെയാണ്. എങ്കിലും 400യേക്കാളും ഭംഗിയുണ്ട് തീർച്ചയായിട്ടും, അതിന് യാതൊരു സംശയവുമില്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഭംഗി ആക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ഒരു ബ്രോൺസിൻ്റെ ഈ നിറങ്ങളാണ്. അത് നല്ല ഭംഗിയായിട്ടുണ്ട്. അത് മഹീന്ദ്രയുടെ ഒരു USP ആണ്. പല വാഹനങ്ങളും നമുക്കിപ്പോൾ അത് കാണാം. അതാണ് മുൻഭാഗത്തെ ഭംഗിയാക്കുന്നത്. എന്തായാലും ഇവിടെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷുള്ള ഭാഗത്ത്
ആ ഒരു സംഭവം കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയായിട്ടുണ്ട്. അതിൽ ട്വിൻ പീക്ക് ആ ലോഗോയും വന്നിരിക്കുന്നു. എയർ ഡാം എന്നൊക്കെ പറയുന്നത് വളരെ ചെറിയൊരു എയർ ഡാമേ ഉള്ളൂ. ഈ ഭാഗം പൂർണ്ണമായിട്ട് അടച്ചു വെച്ചിരിക്കുകയാണ്. താഴെയായിട്ടാണെങ്കിലും ചെറിയ എയർ സ്കൂപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. അഡാസിൻ്റെ ലെവൽ 2 ഫീച്ചേഴ്സിൻ്റെ സെൻസേഴ്സൊക്കെയാണ് ഇവിടെ അടച്ചു പൂട്ടി വച്ചിരിക്കുന്നതെന്ന് പറയാം. 3XO മറ്റ് എന്താ പറയുക EV ആയി കഴിഞ്ഞപ്പോഴും മറ്റ് മാറ്റങ്ങളൊന്നുമില്ല, എങ്കിലും ഞാനൊന്ന് പറയുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും മുൻഭാഗത്ത് ഈ ഒരു LED ഹെഡ്ലാമ്പ്, ഇത് ഈ ടോപ്പ് എൻഡ് മോഡലിൽ ഓട്ടോമാറ്റിക് ഹെഡ്ലാമ്പാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിലും ഭംഗിയുള്ള ബ്രോൺസിൻ്റെ ആ ഒരു എലമെൻ്റൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. അതുപോലെ ഡേറ്റ റണ്ണിങ് ലാമ്പും അതും മനോഹരമാണ്. അത് ഓടി വരുമ്പോൾ നല്ല രസമാവും. അപ്പോൾ ആ ഒരു സിംഗിൾ എലമെൻ്റാണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഈ പോഡിനുള്ളിൽ. എങ്കിൽ പോലും വളരെ ശക്തമായ LED ഹെഡ്ലാമ്പുണ്ട്. ഫോഗ് ലാമ്പ് എന്ന് വേണമെങ്കിൽ വിളിക്കാവുന്ന ഭാഗം അതിൻ്റെ തൊട്ട് താഴെ തന്നെ കൊടുത്തിരിക്കുന്നു. അതിൻ്റെ ചുറ്റുമൊക്കെ ആണെങ്കിലും ഫുൾ ബ്ലാക്ക് പിയാനോ ബ്ലാക്ക് ആണെങ്കിലും അതിൽ ചില എലമെൻറ്റ്സ് ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. അത് ഉൾഭാഗത്തും നമുക്ക് കാണാം. ഈ ഭാഗത്തെ കട്ടുകളൊക്കെ നല്ല ഭംഗിയാണ്. അതുകൊണ്ട് തന്നെ മുൻഭാഗത്തൊരു പ്രത്യേകതയൊക്കെ തോന്നുന്നുണ്ട്. 201 മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. അതും ഇതിനെ ഒരു ഐസ് വാഹനത്തിൻ്റെ ലെവലിലേക്ക് ഉയർത്തുന്നുണ്ട്, അത് പറയാതിരിക്കാനാവില്ല. അതുപോലെ 3XO കണ്ട പോലെ തന്നെ ബോണറ്റ് വളരെ ബോൾഡായിട്ടുള്ള ബോണറ്റ് ലൈനുകളും അത്തരം കാര്യങ്ങളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മുൻഭാഗം തീർച്ചയായിട്ടും നല്ല ഭംഗിയുള്ള ഒരു വാഹനമായിട്ട് തന്നെ നമുക്ക് രേഖപ്പെടുത്താമെന്ന് തോന്നുന്നു. സൈഡ് പ്രൊഫൈൽ നിങ്ങൾ പഴയ 300 ഇല്ലേ, അത് തന്നെയാണ് 3XO എപ്പോഴും വന്നത്, അത് അതുപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. പക്ഷേ 3XO പെട്രോളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇവിടെ നമുക്ക് കാണാവുന്ന എയറോ വീലാണ്. അതിന് ബ്ലാക്ക് ഫിനിഷും അതുപോലെ സ്റ്റീൽ ഫിനിഷും കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ഗംഭീരമായ ക്ലാഡിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് ബ്ലാക്ക് വാഹനമായതുകൊണ്ട് അങ്ങനെ എടുത്തു നിൽക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. സൈഡിലൊക്കെ ക്യാമറകളൊക്കെ കാണാം. ഈ ഒരു അഡാസിൻ്റെ ഫീച്ചേഴ്സൊക്കെ ഉള്ളതുകൊണ്ട് ഫുൾ ബ്ലാക്ക് തന്നെയാണ് ഇതിൻ്റെ ഈ ഒരു സൈഡ് വ്യൂ മിറേഴ്സും അതിൽ ടേൺ ഇൻഡിക്കേറ്റർ കൊടുത്തിരിക്കുന്നു. ആ ഒരു ക്ലാഡിങ് അങ്ങനെ വളരെ ശക്തമായിട്ട് പിൻഭാഗത്തേക്ക് നീളുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു റൂഫ് റെയിൽ അതും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ സൈഡ് പ്രൊഫൈലിൽ നമ്മൾ 3XO തന്നെ 300 ആണ് ഓർപ്പിക്കുന്നതെങ്കിലും മോശമല്ല എന്ന് പറയാം. അങ്ങനെ നമ്മൾ നടന്ന് പിൻഭാഗത്തേക്ക് വരുന്നു. പിൻഭാഗത്തേക്ക് വരുമ്പോഴും ഈ ഫുൾ ബ്ലാക്കിൻ്റെ ഒരു ഭംഗി തീർച്ചയായിട്ടും ഉണ്ട് എന്നുള്ളൊരു സംശയമില്ല. ഇവിടെ ഒരു നീണ്ട LED സ്ട്രിപ്പാണ് കാണുന്നത്. അതിനോട് ഇൻ്റഗ്രേറ്റ് ചെയ്ത പോലെ ആ ഒരു മുൻഭാഗത്ത് നമ്മൾ എങ്ങനെയാണോ DRL കണ്ട് അതേ ഡിസൈനിൽ തന്നെ ടെയിൽ ലാമ്പിൻ്റെ ആ ഭാഗം കൊടുത്തിരിക്കുന്നു. ടെയിൽ ലാമ്പ് സത്യം പറഞ്ഞാൽ ചെറുതാണ്, വളരെ ചെറിയ ടെയിൽ ലാമ്പാണ്, പക്ഷേ എല്ലാം ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. AX7L എന്ന് പറയുന്ന ടോപ്പ് എൻഡ് വേരിയൻ്റാണ് നമ്മൾ കാണുന്നത്. AX5 എന്ന് പറയുന്നതാണ് തൊട്ട് താഴെ 13,89,000 രൂപ ഷോറൂമിലേക്ക് കിട്ടുന്ന വാഹനം. ഇത് 1496 ഷാർഫിൻ ആൻറ്റിനയും ഇൻ്റഗ്രേറ്റഡ് സ്പോയിലർ, സ്റ്റോപ്പ് ലാമ്പ്, ഡീഫോഗർ, സിംഗിൾ വൈപ്പർ, അത്തരം കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് 3XO ആണോ EV ആണോ എന്ന് ശങ്കിക്കുന്നുണ്ടെങ്കിൽ പിൻഭാഗത്ത് വന്ന് നോക്കുക. EV എന്ന് എഴുതിയിരിക്കുന്നത് കാണുമ്പോൾ മനസ്സിലാവും ഇത് EV ആണ് എന്നുള്ള കാര്യം. അതുപോലെ തന്നെ ഭംഗിയുള്ള ഒരു കാര്യമാണ് ഈ താഴെ കൊടുത്തിരിക്കുന്ന ഈ ഒരു ബ്രോൺസിൻ്റെ ആ ഒരു ലൈനൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ചെറിയ സ്റ്റീൽ ഫിനിഷൊക്കെ കൊടുത്തിരിക്കുന്നു. പിന്നെ പിൻഭാഗം നല്ല ഭംഗിയായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നല്ല രസമായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിലും സംശയമില്ല. 3XO കാര്യത്തിൽ എനിക്ക് പിൻഭാഗം തന്നെയാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അത് അതേപടി നിലനിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ബൂട്ട് സ്പേസ് നോക്കാം. 364 ലിറ്ററാണ് ബൂട്ട് സ്പേസ്. അതായത് പെട്രോൾ മോഡലിന് എത്ര ഉണ്ടോ അത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കൂടാതെ നിങ്ങൾക്ക് കാണാവുന്ന പോലെ 60-40 അതോ 70-30 ആണോ സംശയമുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ഇത് ഫോൾഡ് ചെയ്യാം. അങ്ങനെ ഇഷ്ടം പോലെ സാധനങ്ങൾ കയറ്റാം. വളരെ ഫ്ലാറ്റായിട്ടുള്ള ഫ്ലോറാണ്. അല്പം കുഴി ഉണ്ട്, എടുത്ത് സാധനങ്ങൾ വയ്ക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാകുമെങ്കിൽ പോലും ഫ്ലാറ്റായിട്ടുള്ള ഫ്ലോറൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഈ പറഞ്ഞ ഹുക്കുകളൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. അപ്പോൾ വളരെ പ്രാക്ടിക്കലായിട്ടുള്ളൊരു വാഹനമാണ് EV ആണെങ്കിൽ പോലും ഇത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് എന്താണ് EV ആണെങ്കിൽ പോലും എന്ന് ഞാൻ പറയാൻ കാര്യം നിങ്ങൾക്കറിയാമല്ലോ. അതായത് ഈ ഒരു സെഗ്മെൻറ്റിലെ വാഹനങ്ങൾ അല്പം കൂടി ഉത്ഭവമൊക്കെ കണ്ടാണ് ഗ്രൗണ്ട് ക്ലിയറൻസ് അല്പം കുറവായിരിക്കും. പക്ഷേ ഇത് അങ്ങനെയൊന്നുമില്ല. പ്രോപ്പർ ഐസ് വാഹനം എടുത്ത് നേരെ EV ആക്കിയപ്പോഴുള്ള ഗുണങ്ങൾ, അതിൻ്റെ ദോഷങ്ങളും ഉണ്ടാകാം. കാരണം എപ്പോഴും ഡെഡിക്കേറ്റഡ് EV പ്ലാറ്റ്ഫോം ആകുമ്പോൾ അതിൻ്റേതായ ഗുണങ്ങളുണ്ട്. പക്ഷേ ഇത് അതല്ല. എങ്കിൽ പോലും മറ്റ് കാര്യങ്ങൾ നിങ്ങൾക്കൊരു ഐസ് വാഹനത്തെ പോലെ തന്നെ സമീപിക്കാവുന്നൊരു വാഹനമാണ് 3XO EV എന്നാണ് പറയേണ്ടത്. അപ്പോൾ നമുക്കിനി ഇൻറ്റീരിയർ കാണാം. ആദ്യകാലത്ത് 300 വന്നപ്പോൾ നമ്മൾ കണ്ടൊരു പ്രശ്നം എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീനായിരുന്നു. ആ കാലത്ത് തന്നെ MGയും കിയയും ഒക്കെ വലിയ സ്ക്രീനുമായിട്ട് വന്നപ്പോൾ ഇതൊരു ചെറിയ സ്ക്രീനുമായിട്ട് വന്ന് നമ്മളെ വിറപ്പിക്കുകയുണ്ടായി. അതിനുശേഷം 3XO വന്നപ്പോൾ പക്ഷേ ആ ഒരു പ്രശ്നം മാറ്റി 10.25 ഇഞ്ചിൻ്റെ വലിയ ഒരു സ്ക്രീനാണ് കൊടുത്തത്. അത് അതേപടിയിൽ നിലനിർത്തിയിരിക്കുന്നു.
അപ്പോൾ നിങ്ങൾ 3XO പെട്രോൾ ഓടിക്കുകയോ അല്ലെങ്കിൽ സഞ്ചരിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് യാതൊരു വ്യത്യാസവും EV ആയപ്പോഴും തോന്നാനില്ല. ആകെ വ്യത്യാസം പറയുന്ന ഈ ഒരു ഗിയർ സെലക്ടറിൻ്റെ ഭാഗത്ത് മാത്രമാണ്. ബാക്കിയെല്ലാം 3XOയുടെ അതേ ഗുണഗണങ്ങളും ദോഷങ്ങളും അതേവിടെ നിലനിർത്തിയിട്ടുണ്ട് എന്നാണ് പറയേണ്ടത്. ഇവിടെയൊക്കെ നല്ല ഭംഗിയുള്ള സോഫ്റ്റ് ലെതറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല രസമായിട്ടുണ്ട്. ഈ ഒരു ബ്രോൺസ് നിറമുള്ള നൂല് എവിടുന്നോ സംഘടിപ്പിച്ച് അതും സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പൊതുവേ ഈ ഒരു നിറം അങ്ങനെ സ്റ്റിച്ചിങ്ങിന് എടുക്കാത്തതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ നൂലുണ്ടാക്കുന്ന കമ്പനിക്ക് നല്ല പണി ഇപ്പോൾ എന്തായാലും കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ താഴെയായിട്ട് ബ്ലാക്ക് ഫിനിഷുള്ള ഭാഗവും അതിലും ചെറിയ ടെക്സ്റ്റേഴ്സായി കൊടുത്തിരിക്കുന്നു. ഇവിടെ എന്താ വൈറ്റ് എന്ന് തന്നെ പറയാം, ബീജല്ല, നല്ലൊരു വൈറ്റ് നിറമാണ് കൊടുത്തിരിക്കുന്നത്. ചെളി പിടിക്കുമല്ലോ, തീർച്ചയായിട്ടും ആ ഒരു പ്രശ്നം ഉണ്ടാകാം. എന്തായാലും ഇവിടെയും ഈ AC വന്നെ ചുറ്റുമൊക്കെ ആ ഒരു ബ്രോൺസ് നിറം കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയായിട്ടുണ്ട്. ബാക്കിയെല്ലാം ഫുൾ പിയാനോ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു, അത് നല്ല ഭംഗിയായിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് ടോപ്പ് എൻഡ് മോഡലാണ്. ടോപ്പ് എൻഡ് മോഡലിൽ നിങ്ങൾക്ക് പനോരമിക് എന്ന് വേണമെങ്കിൽ വിളിക്കാവുന്ന സൺറൂഫാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ തൊട്ട് താഴത്തെ അല്ലെങ്കിൽ ഫസ്റ്റ് എൻട്രി ലെവൽ മോഡലിൽ സിംഗിൾ പെയിൻ സൺറൂഫാണ് കൊടുത്തിരിക്കുന്നത്. ഇത് പനോരമിക് തന്നെയാണ്. അത് കൊള്ളാം, അത് മോശമായിട്ടില്ല. അടേ മഴ വരുന്നാലോ. ഓക്കെ. പിന്നെ ഈ ഒരു വാഹനത്തിൽ 7 സ്പീക്കറിൻ്റെ ഒരു ഹാർമൻ ഗാർഡൻ മ്യൂസിക് സിസ്റ്റം, അതും ടോപ്പ് എൻഡ് മോഡലിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ 360 ഡിഗ്രി ക്യാമറ, അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട്. വയർലെസ് ചാർജർ കൊടുത്തിട്ടുണ്ട്. കൂടാതെ വയർലെസ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ആപ്പിൾ കാർപ്ലേയും ആൻഡ്രോയിഡ് ഓട്ടോ എല്ലാം കണക്ട് ചെയ്യാനുള്ള സംവിധാനം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ മഹീന്ദ്രയുടെ സ്ഥിരം കാണുന്ന ആ ഒരു യൂസർ ഇൻ്റർഫേസ് തന്നെയാണ് നമ്മൾ കാണുന്നത്. അതിൽ റേഡിയോ, മ്യൂസിക്, ഫോണ്, ഓഡിയോ സെറ്റിങ്സ്, ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, ഡ്രൈവ് സ്റ്റാറ്റിസ്റ്റിക്സ്, നാവിഗേഷൻ, ആപ്ലിക്കേഷൻസ്, അത്തരം കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. ഈവൻ ന്യൂസ് വരെ ഉണ്ടെന്നാണ് തോന്നുന്നത് കേട്ടോ. ഇന്ത്യ ടുഡേ, അത് ശരി, അത് വിളിച്ചു. അത്തരം കാര്യങ്ങളെല്ലാമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. വേണ്ട, ലോഡ് ചെയ്യണ്ട, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ. പിന്നെ 360 ഡിഗ്രി ക്യാമറ അതാണ് ഇവിടെ കാണുന്നത്. അതും കമ്പയർഡ് ടു അതർ മോഡൽസ്, ഈ ഒരു സെഗ്മെൻറ്റിലെ മറ്റ് മോഡൽസ് ആകുമ്പോഴത്തേക്ക് ചെറിയ സ്ക്രീനാണ്. ഇതൊന്നും പോരാ. നമുക്ക് വലിയ സ്ക്രീനിൽ റിവേഴ്സൊക്കെ കാണേണ്ടതുകൊണ്ട് അത് ചെറുതാണ് എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞു ഓഫായിപ്പോയി. ലെഫ്റ്റ് ഡോർ ഓപ്പൺ അതൊക്കെ എഴുതി കാണിക്കുന്നുണ്ട്. എങ്കിലും തരക്കേടില്ലാത്ത കണക്ടിവിറ്റി ഫീച്ചേഴ്സ് തന്നെയാണ് പറയുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു മഹീന്ദ്രയുടെ കാര്യത്തിൽ ഇപ്പോൾ എല്ലാ കണക്ടിവിറ്റി ഫീച്ചേഴ്സും ഉണ്ട്. ഏകദേശം വന്നിട്ടുണ്ടെങ്കിലും അത്തരം ഈ ഒരു സ്ക്രീനിൻ്റെ കാര്യത്തിൽ അല്പം കൂടി വലുതാക്കാമായിരുന്നു എന്നുള്ളത് നമുക്ക് തോന്നുന്നുണ്ട്. എന്തായാലും ഇതൊക്കെയാണ് ഫിസിക്കൽ സ്വിച്ചുകളിലൂടെ വന്നിരിക്കുന്നത്. കൂടാതെ നമുക്ക് മ്യൂസിക്കിൻ്റെ സൗണ്ട് കൂട്ടണമെങ്കിൽ എന്തെങ്കിലും അവൈലബിൾ സോഴ്സ് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും 7 സ്പീക്കർ സിസ്റ്റം ഒക്കെ അല്ലേ. മോശമല്ല. ഈ കോപ്പിറൈറ്റ് അടിക്കും കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഈ കുറച്ച് നേരം കേൾപ്പിക്കുന്നത്. അത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കോപ്പിറൈറ്റ് അടിക്കും. ഇതിങ്ങനെ നോക്കിയിരിക്കുകയാണ് ആരോ ഒരാൾ എവിടെയോ ഇരുന്നുകൊണ്ട് നിങ്ങൾ ആ പാട്ട് വെച്ചു. അതുകൊണ്ട് നിങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് കോപ്പി റൈറ്റ് സ്ട്രൈക്ക് അടിക്കുന്നൊക്കെ എഴുതി കാണിക്കും. അതുകൊണ്ടാണ് നമ്മൾ അധികം കേൾപ്പിക്കാത്തത്. താഴേക്ക് വരുമ്പോൾ ഇവിടെ പാസഞ്ചർ എയർ ബാഗ് ഓഫ് ചെയ്യാനുള്ള സംവിധാനം, പിന്നെ ഡ്രൈവ് മോഡ് എന്ന് പറയുന്ന സംഭവം കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇവിടെയാണ് അത് കാണാവുന്നത്. ഫാസ്റ്റ്, ഫിയർലെസ്, ഫണ്ണ്, അങ്ങനെയുള്ള 3 മോഡാണ് നമ്മളിതിൽ പ്രസ് ചെയ്യുമ്പോൾ ഇതിൽ നമുക്ക് ഈ സ്ക്രീനിൽ കാണാൻ കഴിയുന്നത്. പിന്നെ 2 സോൺ ക്ലൈമറ്റ് കൺട്രോളിൻ്റെ സ്വിച്ചുകളൊക്കെയാണ് ഇവിടെ കാണുന്നത്. റോട്ടറി സ്വിച്ചും ഉണ്ട്, അതുപോലെ തന്നെ അല്ലാത്ത സ്വിച്ചുകളൊക്കെ ഉണ്ട്. ചെറിയൊരു സ്ക്രീൻ, ഇതിലും ചെറുതില്ലായിരുന്നു തോന്നുന്നു, അമ്മാതിരി സ്ക്രീൻ ഇവിടെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ AC-യുടെ ഫാനിൻ്റെ സ്പീഡൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ മോഡ്, അത്തരം AC-യുടെ ആയിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങളൊക്കെയാണ് ഇവിടെ കാണുന്നത്. പിന്നെ താഴേക്ക് വരുമ്പോൾ 65 വാട്ടിൻ്റെ ഒരു ചാർജർ കൊടുത്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു ഫിസിക്കൽ ചാർജർ വേറെയും കൊടുത്തിട്ടുണ്ട്. ഇവിടെ വയർലെസ് ചാർജിങ് പാഡ് കൊടുത്തിരിക്കുന്നു. ഇതിൻ്റെ ഏറ്റവും ഭംഗിയുള്ളൊരു ഭാഗം എന്ന് പറയുന്നത് സത്യത്തിൽ ഈ ഒരു ഡ്രൈവ് സെലക്ടർ തന്നെയാണ്. അതിലും ഈ കൊടുത്തിരിക്കുന്ന ബ്രോൺസിൻ്റെ കളേഴ്സൊക്കെ രസമുണ്ട്. ഫുൾ പിയാനോ ബ്ലാക്കാണ് ബാക്കി എല്ലായിടത്തും. ആ ഒരു ബ്രൗൺസിൻ്റെ കഷണം ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഇവിടെ വയ്ക്കുമ്പോൾ 2 കപ്പ് ഹോൾഡേഴ്സ്, ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക്, ഓട്ടോ ഹോൾഡ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അത്തരം കാര്യങ്ങളെല്ലാം തന്നെയുണ്ട്. നല്ലൊരു ആംറസ്റ്റും അതിൻ്റെ താഴെ സാമാന്യം ഭേദപ്പെട്ട ഒരു സ്റ്റോറേജ് സ്പേസും ഉണ്ട്. അപ്പം മറ്റ് EV-കളിലൊക്കെ പലപ്പോഴും നമ്മൾ കാണുന്നത് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ സീറ്റൊക്കെയാണ്. ഇതിനതില്ല. ഇത് ഇപ്പോഴും ഈ 3XO പോലെ തന്നെ മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ നമുക്ക് ഹൈറ്റ് ഒക്കെ ഒന്ന് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോകാം എന്ന് മാത്രമേ പറയാനുള്ളൂ. നല്ല സീറ്റാണ്. അതുപോലെ വെൻറ്റിലേറ്റഡ് സീറ്റൊന്നും അല്ല കൊടുത്തിരിക്കുക എന്നുള്ളത് മറ്റൊരു കാര്യം. പിന്നെ സ്പേസ്, ഞാൻ പറഞ്ഞല്ലോ, സ്പേസാണ് ഈ വാഹനത്തിൻ്റെ USP എന്ന് പറയുന്നത് കമ്പയർഡ് ടു ഈ ഒരു സെഗ്മെൻറ്റിലെ മറ്റു വാഹനങ്ങൾ. അത് നോക്കുമ്പോൾ യാതൊരു കുറ്റവും പറയാനില്ല. ഇഷ്ടംപോലെ സ്പേസ്, ഇഷ്ടംപോലെ ഹെഡ് റൂമും അത്തരം കാര്യങ്ങളെല്ലാം തന്നെയുണ്ട്. ഡോർ പാഡിലേക്ക് പോയാലും നിങ്ങൾ ഉപയോഗിക്കുന്ന 3XOയുടെ അതേ സംഭവങ്ങളൊക്കെ തന്നെയുണ്ട്. 2-3 ബോട്ടിലൊക്കെ വയ്ക്കാം. നല്ല ആംബ്രസ്റ്റ്, അതിലുമൊക്കെ ആ ഒരു ബ്രോൺസ് സ്റ്റിച്ചിങ്ങും ബ്ലാക്ക് വൈറ്റ് ഫിനിഷും എല്ലാം കൊടുത്ത് അതെല്ലാം ഭംഗിയാണ്. നല്ല നിർമ്മാണ നിലവാരം, അത് തീർച്ചയായിട്ടും എടുത്തു പറയണം. മഹീന്ദ്ര ഏതൊരു വാഹനവും ഇപ്പം നമ്മളെ അമ്പരപ്പിക്കുന്ന രീതിയിൽ നിർമ്മാണ നിലവാരം. ഇപ്പോൾ എനിക്ക് 9S കുറച്ച് ദിവസത്തേക്ക് ഓടിക്കാൻ മഹീന്ദ്ര തന്നിട്ടുണ്ട്. എന്തൊരു നിർമ്മാണ നിലവാരമാണെന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. തന്നെയല്ല, ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ റോഡ് സൈഡിൽ നിൽക്കുമ്പോൾ ഓർമ്മയില്ലേ, ഒരു 700 ഡീസൽ ഓടിച്ചു പോകുന്നു നമ്മൾ ബാംഗ്ലൂരിൽ നിൽക്കുമ്പോൾ.
ഞാൻ അമ്പരന്ന് ഒരു സൗണ്ടും ഇല്ല, അതെങ്ങനെ ഒഴുകി പോകുന്ന പോലെ അങ്ങ് പോവാണ്. അപ്പം മഹീന്ദ്രയുടെ എഞ്ചിൻ ടെക്നോളജി ആയാലും ഇത്തരത്തിലുള്ള ഈ ഒരു ബിൽഡ് ക്വാളിറ്റി ആയാലും അമേസിങ് എന്നാണ് പറയേണ്ടത്. അതെല്ലാം നമുക്ക് ഈ ഒരു വിലയുള്ള വാഹനത്തിലും തീർച്ചയായിട്ടും കണ്ടെത്താം. പിന്നെ സ്റ്റിയറിംഗ് വീലിലേക്ക് വരുമ്പോഴും ചെറിയ ബ്രോൺസ് എഫക്റ്റ് കൊടുത്ത് അത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്, രസമുണ്ട്. ബ്രോൺസിൻ്റെ ആ ഒരു ടിൻ പീക്ക് ലോഗോ ഒക്കെ ബ്രോൺസ് ആക്കി അതിൻ്റെ ചുറ്റും ചെറിയ നീല നിറം കൊടുത്തിട്ടുണ്ട്. ഇവിടെ വോളിയം കൺട്രോളുകൾ, ക്രൂയിസ് കൺട്രോൾ, അത്തരം കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള സ്റ്റിയറിംഗ് വീലാണ്, നല്ല പിയാനോ ബ്ലാക്കും അതുപോലെ തന്നെ ഈ ഒരു സ്റ്റിച്ചിങ്ങും ലെതർ സ്റ്റിച്ചിങ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ കാണുന്ന 10.25 ഇഞ്ചിൻ്റെ മറ്റൊരു സ്ക്രീനാണ്. അതിൽ അത്യാവശ്യം വേണ്ട എല്ലാ ഇൻഫർമേഷനും ഉണ്ട്. തന്നെ നല്ല ബ്രൈറ്റായിട്ടുള്ള സ്ക്രീനാണ്, നല്ല ഗ്രാഫിക്സും ഒക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് കൊടുത്തിരിക്കുന്നത്, അതിനും കൊടുത്തിട്ടുണ്ട്. ഇത്തിരി ബ്രോൺസ് ആ ഭാഗത്തും കൊടുത്തിട്ടുണ്ട്. സൈഡ് വ്യൂ മിറേഴ്സിൻ്റെ ഫോൾഡിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം നമുക്കിവിടെ കാണാം. ഇവിടെ ട്രാക്ഷൻ കൺട്രോളിൻ്റെ ഓഫ് ചെയ്യുന്ന സ്വിച്ച്, പാർക്കിംഗ് സെൻസേഴ്സിൻ്റെ സ്വിച്ചുകൾ, അത്തരം കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണുന്നത്. എന്തായാലും ഈ ഒരു കൺസോളിൻ്റെ മുകളിൽ ചെറിയ ഷെയ്ഡ് പോലുള്ള ഭാഗം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വെയിലൊന്നും അടിച്ചാലും നമുക്ക് ഇതിൻ്റെ ഒരു കാഴ്ച മങ്ങില്ല, അതിനും കൊടുത്തിട്ടുണ്ട് ഈ പറഞ്ഞ ബ്രോൺസ് സ്റ്റിച്ചിങ്. എന്തായാലും നല്ല വിസിബിലിറ്റി, നല്ല എന്താ പറയുക മനസ്സിന് സന്തോഷം തരുന്ന ഉൾഭാഗം, അത്തരം കാര്യങ്ങളെല്ലാം തീർച്ചയായിട്ടും ഈ വാഹനത്തിനുണ്ട്. തന്നെയുമല്ല ഒരു 15 ലക്ഷം രൂപയ്ക്കുള്ള EVയിൽ പ്രതീക്ഷിക്കാവുന്ന കാര്യങ്ങളെല്ലാം ഉണ്ട്. അത് ഇൻക്ലൂഡിങ് 360 ഡിഗ്രി ക്യാമറ, അഡാസിൻ്റെ ഫീച്ചേഴ്സ് എല്ലാം ഉണ്ടല്ലോ. അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഒട്ടും മോശം ഒരു സംഭവമല്ല. ഈ ഒരു റേഞ്ച് മാത്രം ഈ ഒരു വിലപ്പുള്ള വാഹനങ്ങളെ സംബന്ധിച്ച് അല്പം കുറവാണെങ്കിലും അതൊരു കാര്യമായി എടുക്കേണ്ടതില്ല എന്നാണ് ആധുനിക കാലത്തെ സൗകര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ പറയേണ്ടത്. അപ്പം വിശാലമായിട്ട് തുറക്കാവുന്ന ഡോറാണ്, അതുകൊണ്ട് തന്നെ ചുമ്മാ ഓടിക്കയറി അതുവഴി അങ്ങ് ഇറങ്ങിപ്പോകാം. അത്രയധികം വിശാലമായിട്ട് നമുക്ക് തുറക്കാവുന്ന ഡോറ്. എന്നിട്ട് ഇരിക്കുമ്പോൾ EV ആണോ പ്രധാന പ്രശ്നം വരാവുന്നത്? തൈ സപ്പോർട്ട് എപ്പോഴും താഴെ ബാറ്ററി പാക്ക് വിരിച്ചിരുന്നതുകൊണ്ട് തന്നെ അല്പം കുറവായിരിക്കും. അത് നോക്കി ഇവിടെയും ഫീൽ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ വെച്ചാൽ കുഴപ്പമില്ല, ഇങ്ങനെ വെച്ച് ഇരുന്ന് കഴിഞ്ഞാൽ തൈ സപ്പോർട്ട് അല്പം കുറവാണ്. പക്ഷേ വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഫ്ലോറാണ്. അതുകൊണ്ട് തന്നെ സെൻട്രൽ ടണലെത്താൻ പരിപാടിയൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് തന്നെ വളരെ ഫ്ലാറ്റാണ്. 3 പേർക്ക് സുഖസുന്ദരമായിട്ടിരിക്കാം. ഈ ഒരു സംഭവത്തിലേക്കൊക്കെ എത്തുമ്പോഴാണ് ഈ ഒരു വിലയ്ക്ക് കിട്ടുന്ന വാഹനങ്ങളിൽ ഏറ്റവും ഗംഭീരമായൊരു വാഹനം ഇതിനെപ്പറ്റി പറയാവുന്നത്. അല്ലെങ്കിൽ അറിയാമല്ലോ, ഇപ്പോൾ ടിയാഗോ ആയാലും കോമറ്റ് ആയാലും എല്ലാം തന്നെ ബാക്കിൽ 2 പേർക്കൊക്കെയാണ് ഇരിക്കുന്നത്, പഞ്ചും. ഇത് പക്ഷേ വിശാലമായി 3 പേർക്ക് ഇരിക്കാം. ആംബ്രസ്റ്റ് ഉണ്ട്, അതിൽ 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ പിന്നിലേക്ക് AC വെൻറ്റ് കൊടുത്തിരിക്കുന്നു. ഇവിടെയും ഒരു C ടൈപ്പ് ചാർജർ, മൊബൈൽ വയ്ക്കാവുന്ന സ്ഥലം. ഇവിടെ ഒരു 12 വാട്ടിൻ്റെ ഒരു ചാർജർ അവിടെയും കൊടുത്തിട്ടുണ്ട്. പേർപ്പസ് ഒക്കെ വയ്ക്കാൻ ഇവിടെ ഒരു സ്പേസ് ഉണ്ട്. പിന്നെ നല്ല ഹെഡ് സ്പേസ്, നല്ല ലെഗ് സ്പേസ്. 2600 മില്ലിമീറ്റർ വീൽ ബേസ് എന്ന് പറഞ്ഞാൽ സാമാന്യം വലിയൊരു വാഹനം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ടുണ്ട്. ബ്രോൺസ് ഇവിടെ ഉണ്ട് കേട്ടോ, ഇച്ചിരി ബ്രോൺസ് ഇവിടെയും കൊടുത്തിട്ടുണ്ട്. പനോരമിക് സൺറൂഫ് എന്ന് പറയുമ്പോൾ പനോരമിക് ആണോ എന്ന് ഞാൻ ആദ്യം സംശയിച്ചതിൻ്റെ കാരണം വെച്ചാൽ ഇപ്പോൾ ഇവിടം വരെയൊക്കെ വരുന്നുള്ളൂ പനോരമിക്. ഇത് പക്ഷേ അങ്ങനെയല്ല, ഇവിടം വരെ വന്ന് നിൽക്കുന്നു. ഇവിടെ നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഓഫ്, അതുകൊണ്ടാണ് ഈ ഹെഡ് സ്പേസ് ഇത്ര അധികം കിട്ടുന്നത്. എന്തായാലും 3 ഹെഡ് റെസ്റ്റ് പോലുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ ഡോർ പാഡിലേക്ക് വരുമ്പോഴും ഒരു 1-2 ചെറിയ ബോട്ടിലൊക്കെ വയ്ക്കാം. നല്ല ആംബ്രസ്റ്റ്, അത്തരം കാര്യങ്ങളെല്ലാം അവിടെയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ പ്രോപ്പറായിട്ടുള്ള ഒരു ഐസ് വാഹനത്തിൻ്റെ ഉൾഭാഗത്തിരിക്കുന്ന ഫീലും അതേ സൗകര്യങ്ങളും അതേ വലിപ്പവും ഉണ്ടെന്നുള്ളതാണ് ഈ വാഹനത്തിൻ്റെ ഒരു യൂണീക്ക് സെല്ലിംഗ് പോയിൻ്റായിട്ട് നമുക്ക് പറയുന്നത്. അപ്പോൾ ഇത്രയധികം EVകൾ വരുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊക്കെ ഇനി ശ്രദ്ധിക്കും ആൾക്കാർ, കാരണം ഇത്രയും റേഞ്ച് അല്പം കുറവാണല്ലോ കമ്പയർഡ് ടു ദിസ്. അപ്പം കഴിഞ്ഞ ദിവസമാണ് ഇപ്പോൾ എൻ്റെ ഓഡിറ്റർ ഉണ്ട് അഭിജിത്ത് എന്നെ വിളിച്ചിട്ട് 3XO EV ബുക്ക് ചെയ്യാൻ പോകണം കേട്ടോ എന്ന് പറയുമ്പോൾ ഞാൻ ആലോചിച്ച് എല്ലാവരും എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് ഈ ഒരു. അപ്പോൾ അഭിയോട് ചോദിച്ചാൽ എന്താ അഭി ഇത് എടുക്കാൻ കാര്യം എന്ന് ചോദിച്ചു, ചേട്ടാ ഇതിൻ്റെ കോമ്പറ്റീറ്റേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ വലിപ്പം കൂടുതലല്ലേ, നല്ല ഞാൻ നോക്കുമ്പോൾ എല്ലാ ഫീച്ചേഴ്സും ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. അല്പം റേഞ്ച് കുറവാണെങ്കിൽ പോലും ഈ ഒരു വലിയ വാഹനം ഓടിച്ചു നടക്കുന്ന ഫീലോട് ഓടിച്ചു നടക്കുക എന്നുള്ളതാണ് ഈ വാഹനത്തിൻ്റെ ഒരു പ്രാധാന്യമായിട്ട് പറയാവുന്ന കാര്യം. അപ്പോൾ ഇനി ആ പറഞ്ഞ കാര്യം ചെയ്യാതാ, ഓടിച്ചുകൊണ്ട് നടക്കാം. കൊടും മഴയിലാണ് നമ്മൾ 3XO EV ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. കൊടും മഞ്ഞിലാണ് നമ്മൾ സത്യത്തിൽ ഇതിനെ ആദ്യമായിട്ട് കണ്ടത് ജയ്സാൽമീറിൽ. അത് നല്ല തണുപ്പായിരുന്നു. അന്ന് സാർ ജാക്കറ്റൊക്കെ ഇടണം അവതരിപ്പിച്ച് എനിക്ക് ഓർമ്മയുണ്ടാവും. അപ്പോൾ എന്തായാലും കൊടും മഴയത്ത് ഓടിച്ചു തുടങ്ങിയപ്പോൾ എനിക്ക് ആദ്യം തോന്നിയൊരു സംഭവം വെച്ചാൽ ഈ ഒരു സെഗ്മെൻറ്റിലെ EVകളുടെ കാര്യത്തിൽ പൊതുവെ എനിക്ക് തോന്നിയൊരു കാര്യം, ഈ ഡ്രൈവ് സെലക്ടർ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ചെറിയ ലാഗ് വരും. അത് കോമറ്റ് ആയാലും എല്ലാത്തിലും എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മളിങ്ങനെ പെട്ടെന്നൊരു പെട്രോൾ വണ്ടിയുടെ അല്ലെങ്കിൽ ഡീസൽ വണ്ടിയുടെ ഗിയർ ഷിഫ്റ്റ് ചെയ്ത് ഓടിച്ചു പോകുന്ന അത്രയും
സ്പീഡിൽ പറ്റില്ല. ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിൻ്റെ ലാഗേ ഉള്ളെങ്കിൽ നമുക്കത് ഫീൽ ചെയ്യും. പക്ഷേ ഇതിൻ്റെ കാര്യത്തിൽ അതില്ല. അതാണ് എനിക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം. നമ്മൾ റിവേഴ്സ് ഗിയർ ആയാലും അല്ലെങ്കിൽ ഡ്രൈവ് മോഡ് ഏതിലേക്ക് ഇട്ടാലും ഏതൊരു പെട്രോൾ വണ്ടിയും പോലെ തന്നെ അപ്പം തന്നെ പ്രതികരിക്കുന്ന മോട്ടറാണെന്നുള്ളത് സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം, ഇതിൻ്റെ വെയിറ്റ്, നല്ല വെയിറ്റുള്ള വാഹനമാണ് 3XO. അത് EV ആയി മാറിയപ്പോൾ നമുക്ക് ആ ഒരു വെയിറ്റിൻ്റെ സുഖം കിട്ടുന്നുണ്ട്. എപ്പോഴും EVയുടെ കാര്യത്തിൽ നമുക്ക് തോന്നുന്നൊരു കാര്യം, ഒരു അപ്പന്താടി പോലെ എന്ന് പറയുന്ന പോലെ വെയിറ്റ് ഇല്ലല്ലോ എന്ന് തോന്നും. പ്രത്യേകിച്ച് അത് വാഹനത്തിൻ്റെ വെയിറ്റിനെ മാത്രം സംബന്ധിക്കുന്ന കാര്യമല്ല, അതിൻ്റെ പെർഫോമൻസും അങ്ങനെയാണല്ലോ, ഒരൊറ്റ പോക്കാണല്ലോ. പക്ഷേ ഇതിൻ്റെ കാര്യത്തിൽ നല്ല വെയിറ്റ് ഉള്ളതുകൊണ്ട് വെൽ പ്ലാൻഡ് എന്ന് വിളിക്കാവുന്ന രീതിയിലുള്ള ഒരു റൈഡിങ് കംഫർട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു പ്രോപ്പർ SUV, ഒരു പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ SUV ഓടിക്കുന്ന ഒരു സുഖം ഇതിന് കിട്ടുന്നുള്ളതാണ് ഒരു പ്രത്യേകതയോട് പറയുന്നത്. അതുകൊണ്ട് തന്നെ എത്ര ദീർഘദൂരം വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് ഓടിക്കാം. ഞാൻ റേഞ്ചിൻ്റെ കാര്യം വെച്ചല്ല പറയുന്നത്, ഇതിൻ്റെ മൊത്തത്തിലുള്ള മറ്റ് ഡൈനാമിക്സും ഇതിൻ്റെ വെയിറ്റും കാര്യങ്ങളും നോക്കുമ്പോൾ ഒരു പ്രോപ്പർ SUVയുടേതായ എല്ലാ ഗുണങ്ങളും 3XO EVക്കുണ്ട്. അതുപോലെ തന്നെ സസ്പെൻഷൻ്റെ കാര്യത്തിലാണെങ്കിലും 3XOയുടെ ഏറ്റവും വലിയ ഗുണങ്ങളിലൊന്നായിട്ട് നമ്മൾ 3XOയുടെ പെട്രോളൊക്കെ ഓടിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം സസ്പെൻഷൻ്റെ മികവാണ്. അത് കുറച്ചുകൂടി മികച്ചതായിട്ടുണ്ട് ഇതിലെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തൊരു മഴയാണെന്നുണ്ടോ, കണ്ണുപോലും കാണാൻ പറ്റുന്ന മഴ. അപ്പോൾ ആ ഒരു സുഖം നമുക്കിത് കിട്ടുന്നുണ്ട്, ഈ ഒരു സസ്പെൻഷൻ്റെ സുഖം. 3XOയുടെ പെട്രോൾ ഓട്ടോമാറ്റിക്കാണ് എനിക്ക് ഈ ഒരു സെഗ്മെൻറ്റിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വാഹനം. നല്ല രസികൻ ഒരു ഡ്രൈവ് തരുന്നൊരു വാഹനമാണിത്. അപ്പോൾ അത് ഓട്ടോമാറ്റിക് ആയതുകൊണ്ടാണ്, ആ ഒരു ഓട്ടോമാറ്റിക്കിൻ്റെ ഗുണമാണത്. ഇപ്പോൾ ഇതിലേക്ക് വന്നപ്പോൾ വീണ്ടും ഇത് ഓട്ടോമാറ്റിക് ആണല്ലോ, EV ആയതുകൊണ്ട് തന്നെ. അതുകൊണ്ട് നമുക്കൊരു 3XO പെട്രോൾ ഓട്ടോമാറ്റിക് ഓടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതേ ഒരു ഡ്രൈവിൻ്റെ ഫീല് ഇതിൽ കിട്ടുന്നുണ്ട്. അത് ഈ ഒരു ഓട്ടോമാറ്റിക് വാഹനത്തിൻ്റെ ഗുണവും വെയിറ്റും വലിപ്പവും എല്ലാം കൂടി ചേരുമ്പോഴാണ് നിങ്ങൾക്കത് കിട്ടുന്നത്. പിന്നെ ഇപ്പോൾ കമ്പനികളെല്ലാം വളരെ സത്യസന്ധരായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. മുമ്പൊക്കെ നമുക്കറിയാം, മുമ്പെന്നല്ല ഇപ്പോഴും പെട്രോൾ വാഹനങ്ങളുടെ കാര്യത്തിൽ നമ്മുടെ ARI സർട്ടിഫൈഡ് റേഞ്ച് ഓഫ് 22 കിലോമീറ്റേഴ്സ് എന്നൊക്കെ പറയുന്നത് നമുക്ക് കിട്ടാൻ പോകുന്ന 12 ആണെന്ന് നമുക്കറിയാം. പക്ഷേ EVകളുടെ തുടക്കത്തിൽ അങ്ങനെയായിരുന്നു, ARI സർട്ടിഫിക്കേഷൻ 500 കിലോമീറ്റർ എന്നൊക്കെ പറയും. പക്ഷേ റിയൽ വേൾഡ് മൈലേജ് എന്ന് പറയുന്ന കമ്പനികൾ മിണ്ടില്ലായിരുന്നു. ഇപ്പോൾ പക്ഷേ കാലം മാറി, ജനങ്ങൾക്ക് ബുദ്ധി വെച്ചു എന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് റിയൽ വേൾഡ് മൈലേജ് ഇതാണ്, റേഞ്ച് ഇതാണെന്നൊരു പറയുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ കാര്യത്തിൽ 351 ARI സർട്ടിഫൈഡ് മൈലേജ് എങ്കിലും നിങ്ങൾക്ക് 285 കിട്ടുക എന്ന് കമ്പനി തീർച്ചയായിട്ടും അംഗീകരിച്ചിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ 87% ആണ് ഇപ്പോൾ നമുക്ക് ബാറ്ററി ചാർജ് ബാക്കിയുള്ളതെങ്കിൽ ഇതിൽ കാണിക്കുന്നത് 244 ഇനി ഓടാനുള്ള ദൂരം കാണിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ 285 കൂടുതൽ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ 300 അടുത്ത് വരെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഞാൻ എപ്പോഴും പറയാറില്ല, നമ്മൾ ഷൂട്ടിൻ്റെ കാര്യത്തിൽ എപ്പോഴും വാഹനം നിർത്തുന്നു, എടുക്കുന്നു, അങ്ങനെ ഒരു സ്ഥിരം നമ്മൾ ഓടിക്കുന്ന ഒരു രീതി അല്ലാത്തതുകൊണ്ട് അല്പം കുറയുകയാണ് പതിവെങ്കിലും ഇതിൽ നമുക്കിപ്പോൾ അങ്ങനെ തോന്നുന്നില്ല. അങ്ങനെയാണ് മോശമല്ല. 300 കിലോമീറ്റർ റേഞ്ച് ഒരു 15 ലക്ഷം രൂപയ്ക്ക് വാഹനത്തിന് കിട്ടുകയും അതിന് ഈ ഒരു വലിപ്പവും ഇത്രയും ഫീച്ചേഴ്സും ഉണ്ടായിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ മോശമല്ല. പിന്നെ മഹീന്ദ്ര തീർച്ചയായിട്ടും ഇലക്ട്രിക് വാഹന ടെക്നോളജി കാര്യമായി ഇതിൽ പഠിച്ചു കഴിഞ്ഞു എന്നുള്ള നമ്മൾ ഏറ്റവും പുതിയ വാഹനങ്ങളിൽ 9S ഉൾപ്പെടെയുള്ള വാഹനങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞതുകൊണ്ട് അത്തരം കാര്യങ്ങളെല്ലാം മോശമല്ലാത്ത ഒരു ഫീഡ്ബാക്ക് നമുക്ക് ഈ വാഹനത്തിൽ നിന്ന് കിട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഇതിൽ ഈ 2 വേരിയൻസ് ആണ് ഉള്ളതെന്ന് പറഞ്ഞല്ലോ. രണ്ടും തമ്മിൽ 1 ലക്ഷം രൂപയുടെ വ്യത്യാസം ഉണ്ടെങ്കിലും ഒറ്റ ബാറ്ററി പാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് 39.4 കിലോവാട്ടിൻ്റെ ബാറ്ററി പാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾ XUV 400 കണ്ട അതേ ഇലക്ട്രിക്കൽ കാര്യങ്ങളാണ് ഇതിലേക്കും വന്നിരിക്കുന്നതെന്നാണ് പറയേണ്ടത്. ബാറ്ററി ആയാലും മോട്ടർ ആയാലും എല്ലാം തന്നെ. ഫ്രണ്ട് ആക്സിൽ മൗണ്ടഡ് മോട്ടറാണ് കൊടുത്തിരിക്കുന്നത്. 150 HP മോട്ടറാണ്. അതുപോലെ തന്നെ 310 ന്യൂട്ടൺ മീറ്ററാണ് മാക്സിമം ടോർക്ക്. പിന്നെ ചാർജിങ്ങിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, 7.2 കിലോവാട്ടിൻ്റെ ചാർജറാണ് ഇതോടൊപ്പം നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നത്. അതിനാണ് 50,000 രൂപ എക്സ്ട്രാ എന്ന് പറഞ്ഞത്. അതാണെങ്കിൽ 6.5 അവേഴ്സ് മതി പൂർണ്ണമായിട്ടും ചാർജ് ആകാൻ. പക്ഷേ 50 കിലോവാട്ടിൻ്റെ DC ചാർജർ പോലും ഇത് കോമ്പാറ്റബിൾ ആണ്. അപ്പോൾ നമുക്ക് 80% ആകാൻ വെറും 50 മിനിറ്റ് മതി. അപ്പോൾ എന്തായാലും ഇതിനൊക്കെ അപ്പുറത്തേക്ക് സേഫ്റ്റി, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സേഫ്റ്റിയുടെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ 6 എയർ ബാഗുകൾ, അതുപോലെ തന്നെ 360 ഡിഗ്രി ക്യാമറ, ലെവൽ 2 അഡാസിൻ്റെ ഫീച്ചേഴ്സ്, പിന്നെ ഫ്രണ്ട് പാർക്കിംഗ് സെൻസേഴ്സ്, പിന്നെ എല്ലാ വാഹനങ്ങളും ഇപ്പോൾ വേണമെന്ന് മാൻഡേറ്ററി ആയിട്ട് തന്നെയാണ് ABSഉം EBDയും അത്തരം കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നിലേക്ക് പോകുമ്പോൾ, അതായത് ഫസ്റ്റ് എൻട്രി ലെവൽ മോഡലിലേക്ക് പോകുമ്പോൾ അഡാസിൻ്റെ ലെവൽ 2 ഫീച്ചേഴ്സും 360 ഡിഗ്രി ക്യാമറയും നിങ്ങൾക്ക് കിട്ടില്ല എന്നുള്ളത് ആണ് ഒരു കുറവായിട്ട് പറയുന്ന കാര്യം. അത് വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 13,85,000 രൂപയ്ക്ക് ഈ വാഹനം എക്സ്ഷോറൂം വിലയ്ക്ക് വാങ്ങിക്കാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ എക്സീലറി കാണിച്ചപ്പോൾ പറയാൻ വിട്ട ഒരു കാര്യമുണ്ട്. ഇതിൻ്റെ ഈ ടോപ്പ് എൻഡ് മോഡൽ 17 ഇഞ്ച് ടയേഴ്സാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ എൻട്രി ലെവൽ മോഡൽ 16 ഇഞ്ച് ടയേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. ആ ഒരു വ്യത്യാസവും കൂടി ഉണ്ട് ഇവ തമ്മിൽ. അപ്പോൾ എന്തായാലും നല്ല ഗംഭീര പെർഫോമൻസ്. നമ്മൾ കാല് കൊടുക്കുമ്പോൾ ഒരൊറ്റ കയറ്റമാണ്. 0 to 100 എന്നൊക്കെ പറയുന്നത് നിന്ന് ഇപ്പോൾ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇത്രയും പെർഫോമൻസ് മോശമല്ല, എന്നാൽ ഈ വെയിറ്റ് ഉള്ളതുകൊണ്ട് നമുക്കൊരു കാറ്റാടി പോലെ പറന്നു പോകുന്ന ഫീലുമില്ല. അപ്പോൾ ആ ഒരു വെൽ വെയ്റ്റഡ് വാഹനമാണിത്. അതോടൊപ്പം തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് 201
മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. പ്രധാനപ്പെട്ട കാര്യമാണ് 17 ഇഞ്ച് ടയേഴ്സ് ഉണ്ട്. അങ്ങനെ ഒരു പ്രോപ്പർ ഐസ് വാഹനം. ശരിക്കും പറഞ്ഞാൽ ഇത് EV ആണ് എന്ന് തോന്നുകയില്ല. ആ രീതിയിൽ ഗംഭീരമായിട്ട് ഇതിൻ്റെ ഒരു മൊത്തത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. അത് മഹീന്ദ്രയുടെ ഒരു ടെക്നോളജിയുടെ ഒരു വിജയമായിട്ട് തന്നെ കണക്കാക്കാവുന്ന കാര്യമാണ്. അപ്പോൾ ഇത്രയൊക്കെ ടെക്നോളജി കയ്യിലുള്ളപ്പോൾ എന്തുകൊണ്ടാണ് ഈ 39-ൻ്റെ ബാറ്ററി പാക്ക് കൊടുത്തത് ഇങ്ങനെ നിർത്തിയിരിക്കുകയെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ വിലയിൽ പിടിച്ചു നിർത്തുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. 2, ഇത് ഇലക്ട്രിക്കൽ പ്ലാറ്റ്ഫോം അല്ല. അപ്പോൾ അതിന് അതിൻ്റേതായ ചില ലിമിറ്റേഷൻസ് ഉണ്ടാവും ഈ ഒരു ബാറ്ററി പാക്കിൻ്റെ കാര്യത്തിൽ. 3, ഞാൻ ഈ പറഞ്ഞ പോലെ ഏറ്റവും നന്നായിട്ട് വിറ്റുപോകുന്ന 3 വാഹനങ്ങളാണ് ഈ സെഗ്മെൻറ്റിലുള്ളത്. ടാറ്റ പഞ്ച് EV, ടാറ്റ ടിയാഗോ EV, മറ്റൊന്ന് കോമറ്റ്. ഇത് 3ഉമായിട്ട് കോമ്പറ്റ് ചെയ്യുന്നൊരു വാഹനം മഹീന്ദ്രയ്ക്കില്ല. അപ്പോൾ ആ സെഗ്മെൻറ്റിലേക്ക് ഒരു വാഹനം 400 നിന്ന് കഴിഞ്ഞപ്പോൾ അത് ആവശ്യമായിരുന്നു. ഇങ്ങനെ പല കാര്യങ്ങളും കണക്കിലെടുത്താണ് ഈ ഒരു വാഹനം വന്നിരിക്കുന്നത്. എന്തായാലും ഒരു ഇലക്ട്രിക്കൽ പ്ലാറ്റ്ഫോം അല്ല എന്നൊരു കുറവായിട്ട് നിങ്ങൾ കാണണ്ട. അത് ഈ വാഹനം ഓടിക്കുമ്പോൾ ബോധ്യപ്പെടുകയും ചെയ്യും. കുറേ കാലം മുമ്പാണ് മഹീന്ദ്ര സാങ്യോങ് എന്ന് പറയുന്ന കൊറിയൻ കമ്പനിയിൽ വലിയ ഒരു മേജർ ചങ്ക് ഓഫ് ഷെയർസ് വാങ്ങിക്കുകയും കുറേ കാലം നമുക്ക് ഓർമ്മയുണ്ടല്ലോ റെക്സ്റ്റൺ പോലുള്ള വാഹനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് പേര് മാറ്റി ഇറക്കുകയും ചെയ്തു. ആ സമയത്താണ് 300 എന്ന് പറയുന്ന വാഹനം വന്നത്. അത് ശരിക്കും പറഞ്ഞാൽ സാങ്യോങ്ങിൻ്റെ ടിവോലി എന്ന് പറയുന്ന മോഡൽ കുറേ മാറ്റങ്ങൾ വരുത്തിയാണ്. അതിനുശേഷം കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും മഹീന്ദ്ര പതുക്കെ സാങ്യോങ്ങിൽ നിന്ന് അങ്ങ് വിട്ടു. അപ്പോൾ എല്ലാവരും വിചാരിച്ചു എന്തായിരിക്കും എൻ്റെ കാരണം എന്ന്. എന്താ കാരണം എന്ന് വെച്ചാൽ മറ്റൊന്നുമില്ല, ഇവരൊക്കെ ഈ ഒരു ടെക്നോളജി പഠിക്കാൻ വേണ്ടിയാണ് ഇത്തരം ചില കമ്പനികളെ ഏറ്റെടുക്കുന്നത്. കുറച്ചെല്ലാം കഴിഞ്ഞ് ടെക്നോളജി പഠിച്ച് കഴിയുമ്പോഴത്തേക്ക് അങ്ങ് വിടും. EV തുടങ്ങുന്ന കാലത്ത് തന്നെ എനിക്ക് ഓർമ്മയുണ്ട്, റേവ എന്ന് പറയുന്ന കമ്പനി മഹീന്ദ്ര വാങ്ങിക്കുകയും റേവ അങ്ങ് നിന്നുപോയി. പക്ഷേ ആ ഒരു EV ടെക്നോളജി പഠിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. അങ്ങനെ ഈ ഒരു SUV ടെക്നോളജി പഠിക്കാൻ വേണ്ടിയാണ് അന്ന് സാങ്യോങ് എന്ന് പറയുന്ന കമ്പനിയിൽ കുറേ ഷെയറൊക്കെ മഹീന്ദ്ര വാങ്ങിച്ച് കാര്യം കഴിഞ്ഞപ്പോഴത്തേക്കും ഇറങ്ങി പോരുകയും ചെയ്തു. അന്ന് വന്ന ടിവോലിയാണ് ഇപ്പോൾ വീണ്ടും മാറ്റങ്ങൾ വരുത്തി നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന 3XO ആകുന്നു, 300 ആകുന്നു, പിന്നെ 400 ആകുന്നു. അങ്ങനെയൊക്കെ മാറ്റങ്ങൾ ആ ഒരു ടിവോലിയിലാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വർഷങ്ങളോളം കൊറിയയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു SUV ആയിരുന്ന ടിവോലി തന്നെയാണ് നിങ്ങൾ ഈ ഓടിച്ചുകൊണ്ട് നടക്കുന്നത്. ഒരു ഫോറിൻ വാഹനമാണെന്ന് വേണമെങ്കിൽ പറയാം. അതിൽ വീണ്ടും EV ആക്കുന്നു. എന്തൊക്കെ പരിപാടിയാണ് മഹീന്ദ്ര ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ. അപ്പോൾ നമ്മൾ ഈ അടുത്ത കാലത്ത് ചെയ്ത ഫോഴ്സ് ട്രാവലറിനാണ് എനിക്ക് ഓർമ്മ വരുന്നത്. 50-60 വർഷം മുമ്പ് വാങ്ങിച്ച ഒരു ബെൻസിൻ്റെ എൻജിൻ വെച്ചിട്ടാണ് ഇപ്പോഴും കളി. അതിലിങ്ങനെ മാറ്റങ്ങൾ വരുത്തി നന്നാക്കി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും മഹീന്ദ്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാഹനമായിട്ട് തന്നെ ഇതിനെയും കാണാം. നിങ്ങളൊരു അല്പം വില കുറഞ്ഞ വാഹനം, റേഞ്ച് കുറഞ്ഞ വാഹനം എന്ന് എഴുതി തള്ളാൻ പറ്റാത്തൊരു വാഹനമാണ് 3XO EV. കാരണം അത്രയധികം ഫീച്ചേഴ്സ് ഈ ഒരു വാഹനത്തിൽ കമ്പനി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത്രയും വലിപ്പമുള്ള ഒരു EV ഈ ഒരു വിലയ്ക്ക് കിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. എന്തായാലും നിങ്ങൾക്ക് 6.5 hours കൊണ്ട് 7.2 kW ചാർജറിൽ ചാർജ് ചെയ്യാന്നുള്ള മറ്റൊരു കാര്യം 50,000 രൂപ കൊടുത്താലേ നിങ്ങൾക്ക് ഈ ചാർജർ വീട്ടിൽ വാങ്ങിച്ച് ഫിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ വിലയുടെ കൂടെ 50,000 രൂപ മനസ്സിൽ കാണണം. അല്ലെങ്കിൽ പിന്നെ വഴക്കുണ്ടാക്കി ഇങ്ങനെയൊക്കെ ചോദിച്ച് നിങ്ങൾ ഫ്രീ ആയിട്ട് വാങ്ങിക്കേണ്ടി വരും. അത് നിങ്ങളുടെ ഒരു കഴിവ് പോലെ ഇരിക്കും. അപ്പോൾ 15 ലക്ഷം രൂപയ്ക്ക് ടോപ്പ് എൻഡ് മോഡലാണ് നിങ്ങൾക്ക് എക്സ്ഷോറൂം വിലയ്ക്ക് കിട്ടാൻ പോകുന്നത്. എല്ലാ ഫീച്ചേഴ്സും അഡാസ് ഉൾപ്പെടെയുള്ള ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട്. അതോടൊപ്പം തന്നെ ഇഷ്ടം പോലെ ഇൻറ്റീരിയർ സ്പേസും വളരെ പ്ലസൻ്റ് ആയിട്ടുള്ള ഇൻറ്റീരിയറും മഹീന്ദ്രയുടെ നിർമ്മാണ നിലവാരവും എല്ലാം ഒത്തുചേർന്ന ഒരു സംഭവമാണ് ഏറ്റവും പുതിയ 3XO EV. അപ്പോൾ എടുക്കുന്നത് മോശമല്ല. എന്തായാലും ഞാൻ പറയാമല്ലോ, നമ്മുടെ ഓഡിറ്റർ അബി എടുത്തു. നാളെ ഡെലിവറിയാണ് എൻ്റെ. അപ്പോൾ അബിയുടെ ഒരു യൂസർ എക്സ്പീരിയൻസ് നമുക്ക് കുറച്ച് കാലം കഴിയുമ്പോൾ നമ്മുടെ റാപ്പിഡ് ഫെയർ ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്യാം. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. എന്തായാലും അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു ദുഃഖകരമായ കാര്യം ഇന്ന് രാവിലെയാണ് കേട്ടത്. നമ്മുടെ സാൽവിൻ കുമാർ മരിച്ചതാണ്. അപ്പോൾ അതിൻ്റെ ആത്മാവിന്, നമ്മുടെ ഇത്രയധികം ചിരിപ്പിച്ച ആ ഒരു കലാകാരൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് നിർത്തുന്നു. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ബൈ.